പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ നിയമസഭയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ നിയമസഭയിൽ മൂന്ന് CPM വിമതന്മാർ MLA-മാരായി ഉണ്ടാവും. അതൊരുപക്ഷെ കേരളത്തിൻ്റെ നിയമസഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും എന്ന് എനിക്ക് സൂചിപ്പിക്കാറുണ്ട്. CPM-ൽ നിന്ന് പലരും വിട്ടു പോയിട്ടുണ്ട്. CPM-ൽ നിന്ന് MP രാഘവൻ പോയിട്ടുണ്ട്, KR ഗൗരിയമ്മ പോയിട്ടുണ്ട്, പലരും പോയിട്ടുണ്ട്. അവരൊക്കെ നിയമസഭയിൽ വന്നിട്ടുമുണ്ട്. പക്ഷേ ആ പോയവരൊക്കെ പുതിയ പാർട്ടി ഉണ്ടാക്കിയാണ് നിയമസഭയിൽ വന്നിട്ടുള്ളത്. MP രാഘവൻ പുതിയ പാർട്ടി ഉണ്ടാക്കിയാണ് നിയമസഭയിൽ വന്നിട്ടുള്ളത്. KR ഗൗരി CPM-ൽ നിന്ന് പോയതിനെ തുടർന്ന് അവരൊരു പുതിയ പാർട്ടി ഉണ്ടാക്കി അവർ നിയമസഭയിൽ വന്നു. പിന്നെ KK രമയുണ്ട്, അത് CPM അതിക്രൂരമായി കൊലപ്പെടുത്തിയ TP ചന്ദ്രശേഖരൻ്റെ ഭാര്യയാണ്. പക്ഷേ അവരും RMP എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് നിയമസഭയിൽ വന്നത്. എന്നാൽ CPM-ൻ്റെ 1964 വരെ മുതലുള്ള നിയമസഭാ ചരിത്രം എടുത്ത് നോക്കിയാൽ CPM-ൽ നിന്ന് പല കാരണങ്ങൾ കൊണ്ട് CPM-നകത്ത് നിന്ന് പോരാടി തങ്ങൾ ജയിക്കില്ല എന്നറിഞ്ഞ് CPM-ൽ നിന്ന് പുറത്തു വന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് CPM വിമതന്മാരായി നിയമസഭയിലേക്ക് വരുന്ന 3 പേർ ഈ നിയമസഭയിൽ ഉണ്ടാവും എന്നതാണ് ഏറ്റവും പ്രധാനം. അത് CPM-ന് മേൽ എന്ത് പ്രത്യാഘാതമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണ് ഞാനിവിടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യുന്നത്. സുഹൃത്തെ, ആരൊക്കെയാണെന്ന് നമ്മൾക്കറിയാം. അതിലൊന്ന് പയ്യന്നൂർ എന്ന് പറഞ്ഞ CPM-ൻ്റെ ചുവപ്പ് കോട്ടയിൽ നിന്ന് 7000 വോട്ടുകൾക്ക് വിജയിച്ചു വരുന്ന സഖാവ് V കുഞ്ഞികൃഷ്ണനാണ്. 2 CPM-ൻ്റെ മറ്റൊരു കൊത്തളമായിട്ടുള്ള തളിപ്പറമ്പിൽ നിന്ന് 10,000 വോട്ടുകൾക്ക് ജയിച്ചു വരുന്ന ശ്രീമാൻ TK ഗോവിന്ദനാണ്. ഇനി തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ CPM-ൻ്റെ മറ്റൊരു ഉറച്ച കോട്ടയായിട്ടുള്ള അമ്പലപ്പുഴയിൽ നിന്ന് 10,25,000 വോട്ടുകൾക്ക് അടുത്ത് ജയിച്ചു വരുന്ന ശ്രീമാൻ G സുധാകരനാണ്. ഇവർ 3 പേരും സീനിയറായിട്ടുള്ള നേതാക്കന്മാരാണ്. അതിൽ ഏറ്റവും സീനിയറായിട്ടുള്ള നേതാവ് G സുധാകരനാണ്. അദ്ദേഹം 63 വർഷക്കാലം പാർട്ടി മെമ്പറായിരുന്നു. അദ്ദേഹം 43 വർഷക്കാലം സംസ്ഥാന നേതാവായിരുന്നു, സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലൊന്നും നമുക്ക് പോകണ്ട. അദ്ദേഹം ജയിച്ചു. TK ഗോവിന്ദൻ പതിറ്റാണ്ടുകളോളം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറൊക്കെ ഉൾപ്പെടെയായിരുന്നു. പിണറായി വിജയൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോഴും അദ്ദേഹം ഏരിയ സെക്രട്ടറി ആയിരുന്നു. V കുഞ്ഞികൃഷ്ണൻ ആവട്ടെ CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്നു. അങ്ങനെ 3 പേർ, 3 CPM വിമതന്മാർ CPM-നകത്തുനിന്ന് പോരാടി പരാജയപ്പെട്ട് CPM-ന് പുറത്തു വന്ന് CPM-നെതിരെ UDF-ൻ്റെ പിന്തുണയോടുകൂടി മത്സരിച്ച് ഈ നിയമസഭയിലേക്ക് വരുന്നു എന്നതാണ് CPM നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് നമുക്ക് കാണാൻ കഴിയണം. കാരണം CPM ഇതുവരെ നേരിട്ടുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് CPM-ൽ നിന്ന് പോയവർ വേറെ പാർട്ടി ഉണ്ടാക്കി അവർ ഐക്യജനാധിപത്യ മുന്നണിയുടെ കൂടെ പ്രതിപക്ഷമായി നിന്നുള്ള ഒരു സമരം മാത്രമേ CPM ഇതുവരെ നേരിട്ട് ശീലിച്ചിട്ടുള്ളൂ. CPM എപ്പോഴും ശ്രമിക്കുന്നതാണ് CPM-ൽ നിന്ന് പുറത്തേക്ക് പോയാൽ സ്വതന്ത്രമായി നിൽക്കാതെ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ പോയിക്കോണം. അങ്ങനെ പോകാതിരുന്നുകൊണ്ടാണ് TP ചന്ദ്രശേഖരനെ കൊല വിളിച്ച് കളഞ്ഞത് ഈ CPM-കാർ. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി CPM ഒരിക്കലും ആഗ്രഹിക്കാത്ത 3 പേർ നിയമസഭയിലേക്ക് വരാൻ പോകും. നമ്മൾ ആ ഓരോരുത്തരുടെയും ചരിത്രം ഒന്ന് എടുത്തു നോക്കിയേ. V കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിലെ MLA ആയിരുന്ന TI മധുസൂദൻ്റെ ലക്ഷക്കണക്കിന് രൂപയുടെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പാർട്ടിക്കകത്ത് ഉന്നയിച്ചു. നിരന്തരം പാർട്ടിക്കകത്ത് ഒരു 5 വർഷക്കാലത്തോളം ഉന്നയിച്ചു. അങ്ങനെ ഉന്നയിച്ച് പാർട്ടിയിൽ തൻ്റെ ഭാഗം ശരിയാണെന്ന് തെളിയിക്കാൻ കുഞ്ഞികൃഷ്ണൻ കഴിഞ്ഞില്ല. അത് ഉന്നയിച്ച കുഞ്ഞികൃഷ്ണൻ പാർട്ടിയുമായി കലഹിച്ച് പുറത്തു വന്നതിന് ശേഷം TI മധുസൂദൻ്റെ എല്ലാ തട്ടിപ്പുകളും പൊതുമണ്ഡലത്തിൽ കൊണ്ടുവന്നു. അതിനെ തുടർന്ന് V കുഞ്ഞികൃഷ്ണൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കുഞ്ഞികൃഷ്ണൻ അതുമായി ബന്ധപ്പെട്ട് ഒരു ഗ്രന്ഥം രചിച്ചു, അണികൾ നേതൃത്വത്തെ തിരുത്തണം എന്ന് പറഞ്ഞു. അന്ന് കുഞ്ഞികൃഷ്ണൻ പരസ്യമായി പ്രഖ്യാപിച്ചു, എന്താണ്, ഈ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടത്തിയ TI മധുസൂദനൻ മത്സരിച്ചാൽ താൻ അദ്ദേഹത്തിനെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, തൻ്റെ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ വേണ്ടി മത്സരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല ജയിച്ച് MLA ആകണമെന്നൊന്നുമല്ല. TI മധുസൂദനെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഒരു ഭാഗമായി താൻ മത്സരിക്കും എന്നാണ് പറഞ്ഞത്. അവിടെ മത്സരിച്ചു. പയ്യന്നൂർ മണ്ഡലത്തിൻ്റെ അവസ്ഥ എന്താ? 15 തെരഞ്ഞെടുപ്പുകളിൽ CPM ജയിച്ച മണ്ഡലം. 2021 തെരഞ്ഞെടുപ്പിൽ 50,000 വോട്ടുകൾക്ക് CPM ജയിച്ച മണ്ഡലം.
അവിടെ വി കുഞ്ഞികൃഷ്ണൻ മത്സരിച്ചു. വി കുഞ്ഞികൃഷ്ണനെ ഏതൊക്കെ തരത്തിൽ വി കുഞ്ഞികൃഷ്ണനെ എന്നെതിരായിട്ട് ആക്രമണങ്ങൾ ഉണ്ടായി എന്നുള്ളതൊന്നും ഞാൻ വിശദമായി പറയുന്നില്ല. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. കുഞ്ഞികൃഷ്ണൻ്റെ കൂടെ വോട്ട് പിടിക്കാൻ പോലും 2-3 പേര് ആളുകളാണ് ഉണ്ടായി. UDF പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരി തന്നെ. മറുഭാഗത്ത് സർവ്വസന്നാഹങ്ങളോടും സജ്ജീകരണങ്ങളോടും കൂടിയായിരുന്നു CPM ഇറങ്ങിയത്. തോൽക്കുമെന്നുള്ളത് സ്വപ്നത്തിൽ അവർ വിചാരിച്ചിരുന്നില്ല. ഒരുപക്ഷെ ഭൂരിപക്ഷം കുറഞ്ഞേക്കും. കാരണം 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടല്ലോ. അത് ചിലപ്പോൾ ഒരു 5,000 10,000 ഒക്കെ ആയിട്ട് കുറയുമായിരിക്കും എന്നേ അവർ കരുതിയുള്ളൂ. പക്ഷേ അവരെ ഞെട്ടിച്ചുകൊണ്ട് പാർട്ടിയുടെ ചുവപ്പ് കോട്ടയിൽ വി കുഞ്ഞികൃഷ്ണൻ ഏതാണ്ട് 7,000 വോട്ടുകൾക്ക് ജയിച്ചു വന്നു. CPMൻ്റെ മസ്തകത്തിന് ലഭിച്ച ഏറ്റവും വലിയൊരു അടിയല്ലേ സുഹൃത്തുക്കളെ കുഞ്ഞികൃഷ്ണൻ്റെ വിജയം എന്ന് പറയുന്നത്. ഇനി നമ്മൾ തളിപ്പറമ്പിലേക്ക് ചെല്ലൂ. തളിപ്പറമ്പിലും മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം CPM മാത്രമേ ജയിച്ചിട്ടുള്ളൂ. 2021 ഒരൽപ്പം പുറകോട്ട് വന്നു. ഭൂരിപക്ഷം പകുതിയായി കുറഞ്ഞു. എന്നാലും 10-25,000 വോട്ടിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അവിടെ മത്സരിച്ചതാരാ? TK ഗോവിന്ദൻ. എന്തിനാണ് മത്സരിച്ചത്? സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ PK ശ്യാമളയെ അവിടെ സ്ഥാനാർത്ഥിയായതിനെതിരായിട്ടാണ് അദ്ദേഹം CPMമായി കലഹിച്ച് പുറത്തേക്ക് വന്നത്. അദ്ദേഹം അവിടെ മത്സരിച്ചപ്പോൾ CPM സർവ്വസന്നാഹങ്ങളുമായിട്ട് അവിടെ വന്നു. P. ജയരാജൻ്റെ നേതൃത്വത്തിലായിരുന്നു അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. P. ജയരാജൻ തന്നെ 100 കണക്ക് വീടുകളിൽ നേരിട്ട് പോയി കയറി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ എന്താ സംഭവിച്ചത്? 10-11,000 വോട്ടിന് TK ഗോവിന്ദൻ CPMൻ്റെ ഉറച്ച മണ്ഡലമായിട്ടുള്ള തളിപ്പറമ്പിൽ നിന്ന് ജയിച്ചു കയറി. CPM ആകെ സ്തംഭിച്ചു പോയി. 25,000 വോട്ടിന് ജയിച്ച സ്ഥലത്ത് ഒരു 2,000 വോട്ടിനെങ്കിലും നിങ്ങൾ ജയിക്കും എന്നാണ് വിചാരിച്ചത്. അവിടെയും 10-12,000 വോട്ടിന് തോറ്റു. ഇനി അമ്പലപ്പുഴയിലേക്ക് വന്നാലോ? G. സുധാകരൻ അവിടെ മത്സരിച്ചു. എന്തൊക്കെ വിളിച്ചു G. സുധാകരനെ? വർഗവഞ്ചകൻ എന്ന് വിളിച്ചു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ വന്ന് ചെറ്റത്തരം എന്ന് പറഞ്ഞു. എല്ലാത്തരം വൃത്തികെട്ട പ്രചരണങ്ങളും G. സുധാകരനെതിരെ നടത്തി. G. സുധാകരനെ തോൽപ്പിക്കാൻ എല്ലാ വഴിയും നോക്കി. G. സുധാകരൻ അവിടെ ജയിച്ചാൽ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടും എന്ന് വരെ MP ഗോവിന്ദൻ അവിടെ ചെന്ന് പറഞ്ഞു. CPMൻ്റെ മുഴുവൻ സ്ഥാനാർത്ഥികളും തോറ്റാലും വേണ്ടില്ല, G. സുധാകരൻ ജയിക്കരുതെന്ന് പറഞ്ഞു. അവിടെ G. സുധാകരൻ 10-20,000 വോട്ടിന് മേൽ ജയിച്ചു സുഹൃത്തുക്കളെ. അവിടെയും ചെറിയ വോട്ടിനെങ്കിലും G. സുധാകരൻ തോക്കും എന്നാണ് CPM പ്രതീക്ഷിച്ചിരുന്നത്. നടന്നില്ല. അപ്പോൾ ഈ നിയമസഭയുടെ പ്രത്യേകത എന്താ? CPMൻ്റെ തെറ്റായ നയങ്ങളോട് പൊരുതി പുറത്തു വന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 3 വിമതന്മാർ ഈ നിയമസഭയിൽ വരാൻ പോകുന്നു. അത് CPMന് ഉണ്ടാക്കാൻ പോകുന്ന വെല്ലുവിളി, ഭീഷണി വളരെ വളരെ വലുതാണ് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. CPM ഇതുവരെ ഞാൻ പറഞ്ഞില്ലേ, CPMനെതിരെ ആരെങ്കിലും എതിർത്താൽ അവർ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ പോയി പ്രതിപക്ഷമാകും. അങ്ങനെ പ്രതിപക്ഷത്തിൽ നിൽക്കും. അപ്പോഴും CPM മാത്രമാണ് കേരളത്തിലൊരു പ്രധാനപ്പെട്ട പാർട്ടിയായിട്ട് പതിറ്റാണ്ടുകളായിട്ടുണ്ടായിരുന്നത്. CPI ഉണ്ട്, അത് നമ്മൾ എടുക്കണ്ട. പക്ഷെ ആ CPMന് ഇതുവരെ തങ്ങൾ നേരിടാത്ത വലിയൊരു വെല്ലുവിളി ഇനി നേരിടേണ്ടി വരും. എന്താണ്? യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് CPM അണികൾക്ക് വിലയിരുത്താൻ കഴിയുന്ന 3 പേർ സമൂഹത്തിൽ നിൽക്കുകയാണ്. അവർ നാളെ ഒരു പുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ CPMൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാടുന്നവർക്ക് CPMന് പുറത്ത് ഇപ്പോൾ ഒരു അത്താണി ഉണ്ടായിരിക്കുന്നു. അതാണ് പ്രധാനം. അപ്പം നമുക്കറിയാമല്ലോ, ഇപ്പം PS ഉം പിണറായി തമ്മിലുള്ള വിഭാഗീയത 2013 അല്ലെങ്കിൽ 16 ആയപ്പോഴത്തേക്ക് അവസാനിച്ചു പോയത് എങ്ങനെയാണ്? PS അസ്തമിച്ചു. PS അസ്തമിച്ചപ്പോഴത്തേക്കാണ് ആ വിഭാഗീയത പുറമേ ഉള്ളത് കാണാതിരുന്നത്. കാരണം പിണറായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. PS ഉണ്ടായിരുന്നപ്പോൾ VS എന്ന് പറയുന്ന ഒരു മാതൃക അവിടെ ഉണ്ടായിരുന്നു. അഴിമതിക്കെതിരായി പോരാടുമ്പോൾ VSനോടൊപ്പം നിൽക്കാമായിരുന്നു. പക്ഷേ VS പുറത്തു പോയി കഴിഞ്ഞപ്പം അത് അവസാനിച്ചു. അതുകൊണ്ടാണ് ഈ പിണറായി വിജയൻ്റെ ഏകാധിപത്യം മുഴുവൻ നടന്നുകൊണ്ടിരുന്നത്. CPMനെതിരെ വിമർശനമുള്ളവർ തെരഞ്ഞെടുപ്പിൽ UDFനെ പോയി ജയിപ്പിക്കുന്ന അവസ്ഥ ഇതിനു മുമ്പ് നിരന്തരം ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ് ഉണ്ടായതെങ്കിലും ഇനി CPM നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഭീഷണി എന്താ? CPMൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാടി കലഹിച്ച് പുറത്തു വരുന്നവർക്ക് അവർക്ക് സംബഡി ടു ലുക്ക് അപ്പോൺ എന്ന് പറഞ്ഞതുപോലെ അവർക്കൊരു കുഞ്ഞികൃഷ്ണനെയും അവർക്കൊരു TK ഗോവിന്ദനെയും അവർക്കൊരു G. സുധാകരനെയും അവർക്ക് ആശ്രയിക്കാം എന്നുള്ളതാണ് ഈ 3 വിമതരുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും. മറ്റത് CPMനകത്ത് തെറ്റുകൾക്കെതിരെ പോരാടി കലഹിച്ച് പുറത്തു പോയാൽ അവിടെ കിടക്കും. അവനൊരു ഇംഗ്ലീഷിൽ പറഞ്ഞ ഒരു വെജിറ്റബിൾ മാസായിട്ട് അവിടെ കിടക്കും. ഇനി അതല്ല,
ഇനി സി പി എമ്മിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാടിയാൽ തങ്ങൾക്ക് ആശ്രയിക്കാൻ ഒരു കുഞ്ഞികൃഷ്ണനും ഒരു ഗോവിന്ദനും ഒരു സുധാകരനുമുണ്ട്. സി പി എമ്മിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ കലഹിക്കുന്നവർക്ക് ഇവരെ ആശ്രയിക്കാം, അവരുടെ പിന്തുണ തേടാം. അതാണ് സി പി എം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു ഭീഷണി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി സി പി എമ്മിനകത്ത് സി പി എമ്മിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ കലഹിക്കാൻ ഉള്ള വലിയ ആത്മധൈര്യമാണ് സി പി എമ്മിൻ്റെ അടിത്തട്ടിലെ അണികൾക്ക് കിട്ടിയിരിക്കുന്നത്. അവരിനി ശക്തമായി സി പി എമ്മിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെയും ജീർണതകൾക്കെതിരെയും ജനവിരുദ്ധതയ്ക്കെതിരെയും അവരിനി പോരാടാൻ തുടങ്ങും. കാരണം പോരാടി തെറ്റുകൾ ഉന്നയിക്കുന്ന സി പി എം അണികളെ സി പി എം പുറത്താക്കിയാൽ അവർക്ക് ആശ്രയിക്കാൻ 3 സി പി എം വിമതന്മാരിവിടെയുണ്ട്. അതാണ് സി പി എം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു ഭീഷണി. 1. 2, സി പി എം നേരിടാൻ പോകുന്നൊരു വിശാലമായിട്ടുള്ളൊരു ഭീഷണി എന്താ? ഇവിടെ 3 വിമതന്മാർ, ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും സുധാകരനും 3 വിമതന്മാരുണ്ട്. RMP എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട് ഇവിടെ. അത് സി പി എമ്മിൻ്റെ ജീർണതയ്ക്കെതിരെ സമര പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അവർക്കൊരു MLA ഉണ്ട്, അവരുടെ പേരാണ് KK രമ. അവർക്ക് വേണമെങ്കിൽ ഈ 3 പേരുമായിട്ട് പ്രായോഗികമായി വേണമെങ്കിൽ ഒരുമിക്കാം. ഇനി അവർക്ക് ഒരുമിക്കാവുന്ന വേറെയുണ്ട് ആള്, CP ജോണുണ്ട്, CMPയുടെ നേതാവ്. അപ്പോൾ 5 പേരായി. RSPക്ക് 4 MLA-മാരുണ്ട്. അപ്പോൾ 5 × 4 9 പേര് അടങ്ങുന്ന വിശാലമായിട്ടുള്ള ഒരു ഇടതുപക്ഷ മുന്നണിക്കുള്ള ഒരു കളമാണ് ഒരുങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു വിശാലാർത്ഥത്തിൽ സി പി എം നേരിടാൻ പോകുന്ന മറ്റൊരു ഭീഷണി. ഞാൻ ചോദിക്കുന്ന, കേരളത്തിലെ ഈ പറഞ്ഞ പോലെ സി പി എമ്മിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന വിമതന്മാർക്കെല്ലാം നാളെയോ നാളെ കഴിഞ്ഞോ അല്ലെങ്കിൽ 1 2 വർഷങ്ങൾക്ക് ശേഷം ഇവരുടെ കീഴിൽ അവർക്ക് ഒരുമിച്ച് കൂടെ സുഹൃത്തുക്കളെ? സാധ്യത, വലിയ സാധ്യതയാണ്. എന്നെപ്പോലുള്ള ആളുകൾ പോലും അതിനെ സ്വാഗതം ചെയ്യുകയുള്ളൂ. നിങ്ങൾ എന്നെപ്പോലെയും ഉമേഷ് ബാബുവിനെ പോലെയൊക്കെ ഉള്ള സി പി എം വിമതന്മാർ ഒറ്റയ്ക്കാണ് ജീവൻ പണയം വെച്ച് ഈ സമരത്തിൽ തുടരുന്നത്. ഞങ്ങൾക്കും വേണമെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിനോടൊപ്പം നിലനിൽക്കാം. അപ്പം അതുകൊണ്ട് തന്നെ അതിനെല്ലാത്തിനും ഊർജമായ, അതിനെല്ലാത്തിനും ചാലകശക്തിയായ ഈ സി പി എം വിമതന്മാരുടെ സാന്നിധ്യവും അവരുടെ തെരഞ്ഞെടുപ്പിലെ വിജയവും പല തരത്തിലും ഈ പരമ്പരാഗത സി പി എം എന്ന് പറഞ്ഞ പാർട്ടിക്ക് വലിയൊരു വെല്ലുവിളിയും പ്രതിസന്ധിയുമായിരിക്കും സൃഷ്ടിക്കുക എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കേരളത്തിൽ ഒരു സംശയവും വേണ്ട, ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ യഥാർത്ഥ ഇടതുപക്ഷ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും മുന്നോട്ട് വെക്കുന്ന ഒരു ഇടതുപക്ഷ വേദി ഉരുത്തിരിയാനുള്ള വലിയ സാധ്യത ഞാൻ കാണുന്നുണ്ട് എന്ന് മാത്രമേ ഈ അവസരത്തിൽ എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ.